എന്നോട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ആൻ്റണി മാത്യു സാർ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞത്. ഞാൻ വരാമെന്ന് സമ്മതിച്ചു, കാരണം ആ ഒരു കോൺസെപ്റ്റ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാർലോ അക്വിത്തിസ് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന വർഷം നമ്മുടെ ക്യാമ്പസിൽ ആ വിശുദ്ധൻ്റെ പേരിൽ ഒരു ടെക് കോൺക്ലേവ് ആരംഭിക്കുന്നു. വളരെ നന്നായിരിക്കുന്നു. ഞാൻ പ്രത്യേകമായിട്ട് എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് ആ കോൺസെപ്റ്റിൽ. SB കോളേജിന് സെയിൻറ്റ് ബർഗ്മൻസ് എന്ന പേരിടാനായിട്ട് കാരണം, കോളേജിനല്ല, SB സ്കൂളിന് അതിൻ്റെ തുടർച്ചയായിരുന്നല്ലോ കോളേജ്. അതിൻ്റെ തലേ വർഷമായിരുന്നു വിശുദ്ധനായ ബർഗ്മൻസ് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഉടനെ തന്നെ ചാൾസ് ലെവീഞ്ഞ് പിതാവ് അദ്ദേഹം ആദ്യം തുടങ്ങിയ സ്കൂളിന് സെയിൻറ്റ് ബർഗ്മൻസ് സ്കൂളെന്ന് പേരിട്ടു. പിന്നീട് നമ്മൾ തുടർച്ചയായിട്ട് സെയിൻറ്റ് ബർഗ്മൻസ് കോളേജ് എന്ന നിലയിലേക്ക് വന്നത്. അപ്പോൾ ആ രീതിയിൽ കാർലോസ് അക്വിത്തിസ് അദ്ദേഹം വിശുദ്ധനാകുന്ന വർഷം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മുടെ ഈ ക്യാമ്പസിൽ ഒരു കോൺക്ലേവ് ആരംഭിക്കുന്നത് വളരെ സന്തോഷകരമാണ്. കാർലോയെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചെങ്കിലും അറിയാമായിരിക്കും. അദ്ദേഹം 15 വർഷമേ ജീവിച്ചിരുന്നുള്ളൂ. മാതാപിതാക്കൾ വലിയ പള്ളിപ്പോക്കുകാരൊന്നും അല്ലായിരുന്നു. പക്ഷേ വളരെ ചെറുപ്പം മുതൽ തന്നെ ആത്മീയമായ താല്പര്യങ്ങൾ വളർത്തിയെടുത്ത ഒരു വിശുദ്ധനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ദേവാലയത്തിൽ പോകാൻ വലിയ ഇഷ്ടമായിരുന്നു, കൊന്ത ചൊല്ലാനായിട്ട് വലിയ താല്പര്യമായിരുന്നു. പക്ഷേ അതോടൊപ്പം ഒരു സാധാരണ ചെറുപ്പക്കാരൻ്റെ കൗതുകത്തോടു കൂടി എല്ലാ ടെക്നോളജി സംബന്ധമായ കാര്യങ്ങളിലും അദ്ദേഹം വളരെ സജീവമായിരുന്നു. വീഡിയോ ഗെയിംസിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ മറ്റ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലുമെല്ലാം അദ്ദേഹം വളരെ ആക്റ്റീവായിരുന്നു. അതുപോലെ അദ്ദേഹം ലോകത്തെമ്പാടുമുള്ള യൂക്കറിസ്റ്റിക് മിറക്കിൾസ്, വിശുദ്ധ കുർബാനയിലെ അത്ഭുതങ്ങൾ, അത് ശേഖരിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ടെക്നോളജിക്കലായിട്ടുള്ള കഴിവുകളെല്ലാം ഉപയോഗിച്ച് അങ്ങനെ പരിശ്രമിച്ച് 15-ാമത്തെ വയസ്സായപ്പോഴാണ് അദ്ദേഹത്തിന് ലുക്കീമിയ ബാധിച്ചതും ആ വർഷം അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വേർപിരിയുന്നതും. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ പ്രശസ്തമായി. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ്യം തേടി ചെറുപ്പക്കാരനേകർ പ്രാർത്ഥിച്ചു തുടങ്ങി. അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. 2020 ഈ വർഷം അദ്ദേഹം വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ്. വിശുദ്ധർക്കും കമ്പ്യൂട്ടർ വിദഗ്ധരാവാം, കുഴപ്പമില്ല. വിശുദ്ധർക്കും വീഡിയോ ഗെയിംസ് കളിക്കാം, കുഴപ്പമില്ല കേട്ടോ. വിശുദ്ധർക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉപയോഗിക്കാം, കുഴപ്പമില്ല. ചാറ്റ് GPT ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ സത്യസന്ധമായിരിക്കണമെന്നേ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജാണ് നമുക്ക് അവിടെ കിട്ടുക. വെൻ വി ഇൻറ്റഗ്രേറ്റ് ദറ്റ് സ്പിരിച്വാലിറ്റി വിത്ത് ടെക്നോളജി, technology is not alien to spirituality. When you want to live a spiritual life, you don't need to say goodbye to any of the things of technology. You can actually utilize technology for the good of the world. നിങ്ങൾ ഈ സെമിനാർ നടത്തുമ്പോൾ ഇതിൻ്റെ ടോപ്പിക്കുമായിട്ടൊക്കെ കുറച്ച് ബന്ധപ്പെട്ടതാണെന്ന് തോന്നുന്നു. നമ്മുടെ കോൺഗ്രിഗേഷൻ ഫോർ ഫെയ്ത്ത് വാറ്റിക്കനിൽ നിന്ന് ഒരു ഡോക്യുമെൻ്റ് ഇറക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ, അൻറ്റിക്വ എത്ത് നോവ എന്ന് പറഞ്ഞ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള റെസ്പോൺസ്, സഭയുടെ റെസ്പോൺസ്. അതിൽ പരിശുദ്ധ പിതാവ് എപ്പോഴും പറയുന്ന ഒരു കാര്യം, വി ആർ ഓൾവേസ് ഓപ്പൺ ടു ഇനിഷ്യേറ്റീവ്സ് ഇൻ ദ സയൻറ്റിഫിക് വേൾഡ്. യു ഡോണ്ട് നീഡ് ടു സീ എനി കൈൻഡ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ സയൻസ് ആൻഡ് റിലീജിയൻ, ബിക്കോസ് actually science developed in the religious universities. Almost all the universities, the ancient universities were begun as theology and philosophy faculties. And as part of philosophy, science was developed. And when we look back at the history of universities, many of the greatest scientific centers were part of such universities, which began as religious universities. അപ്പോൾ വളരെ സ്പിരിച്വലായിട്ടുള്ള പാഠശാലകളിലാണ് ശരിക്കും സയൻസ് തന്നെ ആവിർഭവിച്ചത്. അതുകൊണ്ട് സയൻസും റിലീജിയനും തമ്മിൽ വലിയ ശത്രുതയുണ്ടെന്ന് പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തിൻ്റെ വളർച്ചയും വികസനവും എല്ലാം മനുഷ്യനെ ഏൽപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അവൻ കണ്ടെത്തുന്നതാണ് കാര്യങ്ങളെല്ലാം. പക്ഷെ അപ്പോഴും ഈ ഏത് കാര്യത്തിന് ഏത് ടെക്നോളജിയെക്കുറിച്ച് പറയുന്നതും ഇതിനെക്കുറിച്ച് പറയാം എന്നാണ് അന്തിക്വ എത്ത് നോവ പറയുന്നത്. അതായത് ഇത് നമുക്ക് തിന്മയ്ക്ക് ഉപയോഗിക്കാം, നന്മയ്ക്കും ഉപയോഗിക്കാം. ഇത് നമുക്ക് നന്മയ്ക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഒത്തിരി ജോലി
ഇപ്പോൾ AI ഏറ്റെടുക്കുകയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏറ്റെടുക്കുകയാണ് ഒത്തിരി ജോലി. നമ്മളിപ്പോൾ ഒരു പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ ചരിക്കുകയാണ് മൈക്രോസോഫ്റ്റ് പൈലറ്റ്, അല്ലേ? അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ മതി, അവർ മാറ്ററൊക്കെ കൊണ്ടുതരും. കാരണം ഒത്തിരി കഷ്ടപ്പെടണ്ട, അല്ലാതെ തന്നെ മാറ്ററൊക്കെ കിട്ടും. അത് പല രീതിയിൽ നമ്മളെ സഹായിക്കാം. ഒന്ന്, നമുക്ക് ഒത്തിരി ടൈം സേവ് ചെയ്യാം. എന്നിട്ട് മറ്റു കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് വിശ്രമിക്കാം. അതും പ്രധാനപ്പെട്ടതാണല്ലോ മനുഷ്യന്, അല്ലേ? മനുഷ്യനിങ്ങനെ പരവേശം പിടിച്ച് ജീവിക്കേണ്ടവനല്ല, അവൻ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കണം. അപ്പോൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ നമുക്ക് അറിയത്തില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ശാന്തമാകാനും ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാനും ഒന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാമെങ്കിൽ നമുക്ക് കുറച്ച് ടൈം സേവ് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് വേണ്ടിയിട്ട് തന്നെ. യു ക്യാൻ സേവ് സം ടൈം ഫോർ യുവർ സെൽഫ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോ, വി നെവർ ഫൈൻഡ് some time for ourselves. Do you find some time to meditate, or do you find some time to slow down? Usually we don't have any time. We are always thinking about something, or we are always engaged with something else. So actually artificial intelligence helps you to save a lot of time, because many of the things which you need to tirelessly do can be done by artificial intelligence. It will help you. You take the case of Microsoft Pilot, that is actually helping you. I'm quite sure that it is helping you to prepare many of the papers. And അധ്യാപകരെയൊക്കെ കളിപ്പിക്കാൻ വളരെ എളുപ്പമായെന്നാണ് ഇപ്പോൾ പറയുന്നത്, കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച്. പക്ഷേ അവർക്ക് അതിനേക്കാളും വലിയ ടെക്നോളജി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെന്തെങ്കിലും കോപ്പി അടിച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ളതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ ഉണ്ടാക്കി അധ്യാപകർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് പകർത്താനുള്ള സംവിധാനം വിദ്യാർത്ഥികൾക്കും കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതുപോലെ നമുക്ക് ഇപ്പോൾ പല കാര്യങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ വർഷം എൻവിഡിയ എന്ന് പറയുന്ന കമ്പനിയാണല്ലോ, ടെക് ഭീമനാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് മുടക്കിയിരിക്കുന്നത്. അതിൻ്റെ ഹെഡ് ഇന്ത്യയിൽ വന്നപ്പോഴാണോ എപ്പോഴാണെന്ന് എനിക്കറിയില്ല, അദ്ദേഹം പറഞ്ഞു ഇനി ചെറുപ്പക്കാരോട് കോഡിംഗ് ഒന്നും പഠിക്കേണ്ടെന്ന് പറയുക. അതെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്തോളൂ. കോഡിങ്, കാരണം ബിടെക്കുകാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയായിരുന്നു കമ്പ്യൂട്ടർ സയൻസ്, അതെല്ലാം ഇനി AI ചെയ്തോളും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അവരോട് നല്ല കൃഷിപ്പണി പഠിക്കാൻ പറയാൻ. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൃഷിപ്പണി ചെയ്തില്ല, കൃഷി ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഭക്ഷണം, അതുപോലെ ഈ കൃഷിയും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് പഠിക്കാനായിട്ട് ചെറുപ്പക്കാരോട് പറയുക, നല്ല ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യാൻ അത് പറയുക, അവരെ പഠിപ്പിക്കുക എന്ന് അതിൻ്റെ തലവൻ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ബിഷപ്സിന് വേണ്ടിയിട്ട് ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസിൻ്റെ നേതൃത്വത്തിൽ ബാങ്കോക്കിൽ വെച്ചൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചൊരു സ്റ്റഡി സെഷൻ ഉണ്ടായിരുന്നു. ഞാനും അതിന് പോയി. അവിടെ ഇതുപോലൊരു വലിയ ടെക്നോളജി കമ്പനിയുടെ തലവൻ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. ഈസ് എ കാത്തലിക്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഈസ് എ ടെക്നോക്രാറ്റ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ക്ലാസ്സിൻ്റെ അവസാനം, സാറേ ഈ പോകുപോയാൽ നമ്മുടെ ജോലികളെല്ലാം ഇല്ലാണ്ടാവുമല്ലോ? വാസ്തവമാണ്. ഒരുമാതിരിപ്പെട്ട IT കമ്പനികളെല്ലാം 20%, 25% ജോബ്സ് ഓരോ വർഷവും കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുന്നു. ശരിയാണോ എന്നറിയത്തില്ല. നമ്മുടെ ജോലി സാധ്യതകൾ ഒത്തിരി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ രംഗത്ത് നോക്കിയാൽ ട്രഡീഷണൽ ജോബ്സ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ പോയാൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് എവിടെ നിന്ന് ജോലി കിട്ടും? ഭാവിയുള്ള ഒരു ജോലി ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഫുഡ് ഇൻഡസ്ട്രിയാണ് ഭാവിയുള്ള ഏറ്റവും വലിയ ജോലി. ചിലപ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ട് നടക്കുമ്പോൾ നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് ഒക്കെ പുതുതായിട്ട് കാണുകയും അവിടെ എല്ലാ ആൾക്കാർ വന്നു കൂടുകയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും, ശരിയാ, ഫുഡ് ഇൻഡസ്ട്രി ഭാവിയുള്ള ഒരു ജോലിയാണ്. കാരണം അത് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കാനായിട്ട് ആളുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത്, ഈ ടെക്നോളജിയുടെ ഒരു ലോകത്തിൻ്റെ നിയന്ത്രണം മനുഷ്യൻ്റെ കയ്യിലാണ്. ഇപ്പോൾ ആ നിയന്ത്രണം കുറഞ്ഞു വരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുറച്ചുകൂടെ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് തുടങ്ങി. അപ്പോഴും നമ്മൾ ഇടപെടേണ്ട ചില മേഖലകളുണ്ട് എന്നുള്ളതാണ്. ഇടക്കാലത്ത് നമ്മൾ മറന്നുപോയ ചില കാര്യങ്ങളുണ്ട്. കൃഷിയും മറ്റ് അനുബന്ധ കാര്യങ്ങളുമെല്ലാം നമ്മൾ മറന്നുപോയിട്ടുണ്ട്. അതുപോലെ വിയറ്റ്നാം പോലുള്ള കൊച്ചു രാജ്യങ്ങൾ ടെക്നോളജി കൃഷിയിലേക്ക് കൊണ്ടുവന്ന് കൃഷി വളരെ ഫലപ്രദമാക്കിയെടുത്ത ചരിത്രമൊക്കെ നമ്മൾ വായിക്കുന്നുമുണ്ട്. അപ്പോൾ ഏതായാലും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പല രംഗത്തു നിന്നും നമ്മുടെ ഹ്യൂമൻ എഫർട്ട് കുറച്ചൊക്കെ മാറ്റിക്കളയുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണെങ്കിൽ തന്നെയും നമ്മൾ ഒത്തിരിയേറെ കരുതലോടുകൂടി അതിനെ ഉപയോഗിക്കണം. ഉദാഹരണത്തിന്, നമ്മുടെ തലച്ചോറ് വളരുന്ന എപ്പോഴാണ്? നമ്മളൊരു പേപ്പർ എഴുതിയും കുറേ കാര്യങ്ങൾ വായിച്ചും പഠിച്ചും ഒക്കെയാണ്. നമ്മൾ ഭാഷ പഠിക്കുന്നത് എങ്ങനെയാണ്? പത്രം വായിച്ചും കുറേ കാര്യങ്ങൾ കാണാപ്പാഠം പഠിച്ചും എഴുതിയുമൊക്കെയാണ് നമ്മൾ ഭാഷ പഠിക്കുന്നത്.
ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ റെഡിമെയ്ഡായിട്ട് അവൈലബിളായിട്ട് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ആ മേഖലയിലുള്ള കഴിവുകളൊക്കെ കുറഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. പല സ്കിൽസും നമ്മൾ മറന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയത്തെ കാലത്ത് വണ്ടി ഓടിക്കുന്നവർക്ക് ഗിയർ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ചുമ്മാ കയറി ഇരിക്കുക, ഒരു സ്വിച്ച് ഇടുക, ഇത് പൊക്കോളും. കുറച്ച് നാളോടെ കഴിയുമ്പോഴത്തേക്കും തന്നെ ബ്രേക്ക് ആയി സ്റ്റോപ്പ് ചെയ്യുന്ന വണ്ടിയും കണ്ടുപിടിക്കാൻ സാധ്യത ഇപ്പോഴേ ഉണ്ടെന്ന് തോന്നുന്നു. ഈ സെൻസറൊക്കെ വെച്ച് കണ്ടുപിടിക്കും. സെൻസർ പോയാൽ മൊത്തം പോയി, എന്നാലും സെൻസർ വഴി കൺട്രോൾ ചെയ്യുന്ന രീതികളൊക്കെ വരുന്നു എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഡ്രൈവർമാർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാണ്ടായും മാറുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മേഖലകളിൽ നിന്നൊക്കെ നമ്മളുടെ ആ ഒരു റോള് ഒത്തിരി കുറഞ്ഞു പോകുന്നുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത് എത്തിക്കലായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ധാർമ്മികത വിട്ട് ഒരിക്കലും നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇപ്പം ഡീപ്പ് ഫേക്സിൻ്റെയൊക്കെ കാലമാണ് അല്ലേ? നമ്മളെപ്പോലുള്ള ഒരാളെ നമ്മുടെ ശബ്ദത്തിൽ നമ്മളെപ്പോലെ ഒരാളെ അതേപടി ക്രിയേറ്റ് ചെയ്തിട്ട് ആൾക്കാരോടെല്ലാം പണം ചോദിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ പേരിൽ മെസ്സേജസ് വരികയാണ്. ആൾക്കാർ നോക്കുമ്പോൾ എന്താണ് ഇത് ശരിയാ, ഇയാൾ ശരിക്കും നമ്മളോട് പറയുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എത്രയോ പേരെ കൊണ്ടാണ് പറയിക്കുന്നത്, ഏതാണ്ട് 26,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 30 ലക്ഷം രൂപ കിട്ടുമെന്ന് വലിയ വലിയ ആൾക്കാരെ കൊണ്ടൊക്കെ പറയിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഫേസ്ബുക്കിലൂടെ. എത്ര പേര് 26,000 രൂപ മുടക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കായിരുന്നു. എന്തോ ഒരു ലാഭമുള്ള പരിപാടിയാണിത്. തട്ടിപ്പിൻ്റെ അങ്ങേയറ്റമാണ് ഡീപ്പ് ഫേക്കിലൂടെ ഒക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ലോകത്തെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമായിട്ട് ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാറ്റാം. നമുക്ക് ദർ ഈസ് എ സീരിയസ് ക്വസ്റ്റ്യൻ ഓഫ് ട്രസ്റ്റ് which is raised by artificial intelligence. What is actually real and what is fake? We don't know actually. The margins between the real and the fake has become very, very minimal. അതൊരു വലിയ ക്രൈസിസ് ആണ്. ട്രസ്റ്റ് ചെയ്യാൻ, ഒരു ലോകത്തെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് അല്ലേ? നമുക്കൊരു ഡേറ്റ കിട്ടി, ഈസ് ഇറ്റ് ട്രൂ? ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ഫേക്ക് ആണോ? ഒരു പിടിയില്ല. ഇങ്ങനെയുള്ള വീഡിയോസ്, ഇങ്ങനെയുള്ള പ്രൊപ്പഗാൻഡ, പ്രത്യേകിച്ചും നമുക്കറിയാം ഇനി ഇതെല്ലാം ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടാൻ പോകുന്നത് നമ്മുടെ ഇലക്ഷനുകളിലൊക്കെയാണ്. രാഷ്ട്രീയമായ ഇലക്ഷനുകളിൽ വളരെ വ്യാപകമായിട്ട് ആശയപ്രചരണത്തിന് വേണ്ടിയിട്ട് ഡീപ്പ് ഫേക്സ് ഒക്കെ പലപ്പോഴും നമുക്ക് ദുരുപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇത് ദുരുപയോഗിക്കാനായിട്ട് സാധിക്കും. ഓരോരോ കാര്യങ്ങളുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെയെല്ലാം ഉള്ള സാധ്യതകൾ അവിടെയുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന മനുഷ്യനാണ് ഏറ്റവും പ്രധാനം. സോ വി നീഡ് ടു ഗിവ് പ്രോപ്പർ ഫോർമേഷൻ ടു ഹ്യൂമൻ ബീയിങ്സ് ഹു ആർ ഗോയിങ് ടു യൂട്ടിലൈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. Therefore, the formation of a proper conscience becomes important. You know, if you have no values in yourself, and you will have no prick of conscience in abusing all these facilities. But if you have a person of integrity, if you have a person of values, no problem. You will be using artificial intelligence only for the good of the humankind. ഇതാണ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായും നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇതിലൂടെ നമ്മുടെ ലോകം വളരുന്നുണ്ടോ? മനുഷ്യന് വളർച്ചയുണ്ടാവുന്നുണ്ടോ? മനുഷ്യൻ്റെ കഴിവുകൾക്ക് വളർച്ചയുണ്ടാകുന്നുണ്ടോ? അവനെ സ്നേഹിക്കാനുള്ള കഴിവിന് വളർച്ചയുണ്ടാകുന്നുണ്ടോ? ഫ്രാൻസിസ് പാപ്പ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രഭാഷണത്തിൻ്റെ അവസാനം അദ്ദേഹം പറഞ്ഞു, മനുഷ്യനെ അളക്കുന്നത് അവൻ്റെ സ്കിൽസ് കൊണ്ടല്ല, അവൻ്റെ പെർഫോമൻസ് കൊണ്ടല്ല, മറിച്ച് സ്നേഹിക്കാനുള്ള കഴിവുകൊണ്ടാണ്. അതുകൊണ്ട് സ്നേഹിക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കണം. എന്നാലേ ഈ സ്കിൽസും പെർഫോമൻസും ഒക്കെ നമുക്ക് നന്നായിട്ട് നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ഏതായാലും വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സെമിനാർ ഇപ്രകാരം സംഘടിപ്പിച്ച കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വളരെ അഭിമാനം. നിങ്ങൾ കാർലോ അക്വിത്തിസിൻ്റെ പേരിൽ ഈ ഒരു ലെക്ചർ സീരീസ് നടത്തുന്നത് it has actually fostered, it has increased the Catholic nature of the campus, I believe. So I'm very proud and I am very thankful to you for that. All the best wishes. Very happily I inaugurate this series of lectures.